ഹലോ ഫ്രണ്ട്സ്, വെറൈറ്റി ഹോം മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ മുടി വളർച്ചയെ സഹായിക്കുന്ന ഒരു എണ്ണക്കൂട്ടാണ് ഇത് കാണിക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനകത്ത് മൂന്നേ ഇൻഗ്രീഡിയൻ്റ് ഇതിനകത്തിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം വളരെ സിമ്പിളായിട്ട് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു എണ്ണയാണിത്. നമുക്കിത് എങ്ങനെയാണ് ഈ എണ്ണ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതാണ് പൂവാങ്കുരുന്നിൻ്റെ ചെടിയെന്ന് പറയുന്നത്. അപ്പം പൂവാങ്കുരുന്ന് എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷേ ചിലർക്ക് പേരൊന്നും അറിയത്തില്ലായിരിക്കും. ഇത് മിക്ക ആളുകളും കണ്ടിട്ടുള്ള തന്നെയായിരിക്കും. നമ്മുടെ മുറ്റത്തും അതുപോലെ തന്നെ നമ്മുടെ റോഡിലും ഒക്കെ കണ്ടുവരുന്ന ഒരു സൈസ് ചെടിയാണിത്. ഇത് നമ്മൾ പാഴ്ചെടിയുടെ കൂട്ടത്തിലൊക്കെ കണ്ടുവരുന്നതാണ്. പക്ഷേ ഇത് ഒരുപാട് മെഡിസിനൽ ഗുണമുള്ള ഒന്നാണ് കേട്ടോ. അപ്പം ഇത് ദശപുഷ്പത്തിലൊന്നാണ് പൂവാങ്കുരുന്നെന്ന് പറയുന്നത്. ഇത് ആയുർവേദിക് മെഡിസിനൊക്കെ ഉണ്ടാക്കാൻ പണ്ട് കാലം മുതലേ ഉപയോഗിക്കുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പം ഈ ദശപുഷ്പത്തിലുള്ളത് കൊണ്ട് തന്നെ നമ്മളിതിനെ നമ്മുടെ പണ്ടത്തെ സ്ത്രീകളും പണ്ടത്തെ അമ്മമാരും കുട്ടികളും എല്ലാവരും നമ്മുടെ മുടിയിലൊക്കെ ചൂടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നതാണ്. അപ്പം ഒരു പിടി അളവാണ് ഇത് എടുക്കുന്നത് കേട്ടോ. അപ്പം ബാക്കി ഇപ്പം 3 ഇൻഗ്രീഡിയൻറ്റിൽ ഒന്നാണിത്. അപ്പം ബാക്കി 2 എണ്ണവും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാനിവിടെ പൂവാങ്കുരുന്ന് എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു പിടി തുളസിയില എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളകാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം. ഒരുപാട് അരയേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു എണ്ണക്കൂട്ട് തന്നെയാണിത്. ഞാൻ ഇതിപ്പോൾ എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്നും ചേർക്കാതാണ് ഞാൻ ചതച്ചെടുത്തിരിക്കുന്നത്. അപ്പം കുരുമുളകൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് ആണ് ഞാൻ ഒന്നും കൂടെ ഒന്ന് ചതച്ചെടുത്തിരിക്കുന്നത്. ഇതിനകത്ത് വെള്ളം ഒന്നും ചേർക്കാതാണ് ഇപ്പോൾ ചതച്ചെടുത്തിരിക്കുന്നത്. അപ്പം നല്ല വെള്ളമൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ നല്ല പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവം. നമുക്ക് കുറച്ചും കൂടെ പെർഫെക്റ്റായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന പരുവം ഇതാണ് കേട്ടോ. ഞാൻ അതുപോലെ അടിക്കട്ടിയുള്ളൊരു പാത്രം എടുത്ത് അത് ചൂടാകുമ്പോൾ അതിനകത്തിലുള്ള വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 1/2 ലിറ്ററോളം വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. നിങ്ങൾ സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ ഒരു ചെറിയ അളവിൽ ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്ക് വർക്കൗട്ടായെന്ന് തോന്നുമ്പോൾ മാത്രം അത് കുറച്ചും കൂടെ അളവ് കൂട്ടിയാൽ മതിയായിരിക്കും കേട്ടോ. അപ്പം ഇതിനകത്തിലോട്ട് ഇനിയും ഞാൻ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻറ്റും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ എപ്പോഴും നമ്മൾ മില്ലിൽ നിന്നൊക്കെ ആട്ടിയ വെളിച്ചെണ്ണ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും നമുക്ക് കുറച്ചും കൂടെ നല്ലത്. നമുക്ക് ഈ ഹെയർ ഓയിലൊക്കെ തയ്യാറാക്കുന്നതിന് അതാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് വരുന്നത്. അതല്ല അങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്യുവറായിട്ടെന്ന് നമുക്ക് തോന്നുന്ന ഏതായാലും യൂസ് ചെയ്യാൻ കിട്ടും. അത് നമുക്ക് പ്യുവർ എന്ന് തോന്നുന്നത് മാത്രം യൂസ് ചെയ്യാൻ പറയുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ചില എണ്ണയിലൊക്കെ മായമൊക്കെ ചേർന്ന് വരുമ്പോൾ നമുക്കത് ഡാൻഡ്രഫ് പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പ്യുവറെന്ന് തോന്നുന്നത്. നമുക്ക് ഉപയോഗിക്കുമ്പോൾ അത് പ്യുവറെന്ന് നമുക്ക് അതിനെപ്പറ്റി നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ള എണ്ണകൾ മാത്രം നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് പെട്ടെന്ന് നമുക്ക് ഇത് തയ്യാറാക്കി നമുക്ക് പെട്ടെന്ന് ഈ എണ്ണ കാച്ചിയെടുക്കാൻ പറ്റും. 3 ഇൻഗ്രീഡിയൻറ്റേ ഉള്ളല്ലോ. അപ്പം വളരെ ചെറിയ സമയം കൊണ്ട് എടുക്കാവുന്നതും അതുപോലെ തന്നെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒന്നുമാണ്. ഇതിനകത്ത് സാധാരണ നമ്മൾ എണ്ണക്കൂട്ട് തയ്യാറാക്കുമ്പോൾ ഒരുപാട് ഇതിനകത്ത് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർക്കും നമ്മുടെ ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ആകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് നമുക്ക് ഇതിനകത്ത് ചേർത്തിരിക്കുന്ന 3 ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ആകാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം ഒരുപാട് ചേർക്കുന്നതിനേക്കാളും നമുക്ക് ഇത് നല്ല എഫക്റ്റീവ് ആയിരിക്കും. ഇതിനകത്തുള്ള പൂവാങ്കുരുന്ന് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ പേര് ചിലപ്പം എല്ലാവർക്കും ആ ഒരു ചെടിയെപ്പറ്റി അറിയാവുന്നതായിരിക്കും, പക്ഷേ അതിൻ്റെ പേര് പലർക്കും അറിയത്തില്ലായിരിക്കും. ഇതൊരു മെഡിസിനൽ പ്ലാന്റ് ആണെന്ന് പറയുമ്പോൾ അത്ര എഫക്റ്റീവായിരിക്കും ഈ ഒരു ചെടിയെന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മളുടെ എണ്ണക്കൂട്ടിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അത് നല്ലതായിരിക്കും. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് ചേർത്തിരിക്കുന്നതെന്ന് പറയുന്നത് തുളസിയിലയാണ്. തുളസിയിലയെന്ന് പറയുന്നത് നമുക്ക് പെയിൻ ശല്യം ഉണ്ടെങ്കിലും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ മുടി പൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് നല്ലതാണ്. നമ്മുടെ മുടി നന്നായിട്ടിരിക്കാനൊക്കെ ഒരുപാട് നല്ലതാണ്. പിന്നെ ഇതിനകത്ത് ഞാൻ ചേർത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുരുമുളകാണ്. കുരുമുളകിൻ്റെ ഗുണം എന്ന് പറയുന്നത് കുരുമുളകിനകത്തിൽ പൊട്ടാസ്യം, അതുപോലെ തന്നെ അയൺ, വൈറ്റമിൻ സി, അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ഇവയൊക്കെ അടങ്ങിയിരിക്കുന്നതാണ് കുരുമുളക് എന്ന് പറയുന്നത്.
അപ്പോൾ കുരുമുളക് ഇതെല്ലാം കൂടെ അടങ്ങിയിരിക്കുമ്പോൾ അത് അത്ര എഫക്റ്റീവായിരിക്കും. അപ്പം ഈ കുരുമുളക് തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഒക്കെ ഇമ്പ്രൂവ് ആകാനും അതുപോലെ തന്നെ സ്പ്ലിറ്റ് എൻഡ് ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ നല്ലതാണ് ഈ ഒരു എണ്ണ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾക്ക്. ഇതിപ്പം ഒരു പാകമായി വരുന്നുണ്ട്. ഇത് നമ്മൾ ഇതിൻ്റെ പാകമെന്ന് പറയുന്നത് ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകരുത്. കുരുമുളക് ചേർക്കുമ്പോൾ കുരുമുളക് ചതച്ച് തന്നെ ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നമ്മൾ പൊടിയായിട്ട് ചേർക്കുകയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് അത് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ചേർക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ അത് അങ്ങ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മളിത് കരിഞ്ഞു പോവുകയാണെങ്കിൽ അതിൻ്റെ ആ എഫക്റ്റ് അതിൻ്റെ ആ ഒരു മുടിക്ക് അതിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇത് അങ്ങ് കരിഞ്ഞു പോയിട്ട് ഓഫ് ചെയ്യരുത് ഒരിക്കലും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞും നമ്മൾ ചൂടെണ്ണ ആയതുകൊണ്ട് ആ എണ്ണയ്ക്കകത്ത് കിടന്ന് കുറച്ചും കൂടെ ഒന്ന് മൂത്ത് വരുമല്ലോ. അപ്പം അതിന് മുമ്പത്തെ ആ പരുവത്തിൽ ഓഫ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റ് ആയിരിക്കും. ഇത് ഞാനിപ്പം ഓഫ് ചെയ്തിട്ട് തണുത്തിട്ട് അന്ന് തന്നെ ഞാനിത് അരിച്ച് മാറ്റത്തില്ല. ഇപ്പം ഇന്ന് രാവിലെ ഞാനിത് എടുക്കുകയാണെങ്കിൽ പിറ്റേ ദിവസമായിരിക്കും ഇത് എടുക്കുന്നത് കേട്ടോ. ഞാൻ ഇത് ഒരു ദിവസം വെച്ചിരുന്നിട്ട് ഒരു കുപ്പിയിലോട്ട് അരിച്ചെടുത്ത എണ്ണയാണിത്. അപ്പം ഈ എണ്ണ വളരെ എഫക്റ്റീവാണ്. ഇതിനകത്ത് 3 ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തന്നെ ഏതൊക്കെയാണെന്ന് എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ. അപ്പം ഇതിനകത്ത് ചേർത്തിരിക്കുന്ന പൂവാങ്കുരുന്നായാലും അതുപോലെ തന്നെ കുരുമുളകായാലും, കുരുമുളകിൻ്റെ ഒരു താളിയുടെ വീഡിയോ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു താളിയാണ്. കണ്ടിട്ടില്ലാത്തവരതൊന്ന് കണ്ടു നോക്കുക. പിന്നെ ഇതിനകത്തിലെ തുളസി ആയാലും എല്ലാം തന്നെ നമുക്ക് ഹെയർ ഗ്രോത്തിന് നല്ലതും അതുപോലെ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിലിനെ തടയുന്നതും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു എണ്ണക്കൂട്ടാണിത്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.